പ്രിലിംസ് 2024 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചോദ്യം എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി എന്നുള്ള ചോദ്യമാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൺസിഡർ ദ ഫോളോയിങ് പ്ലാന്റ്സ്: ഗ്രൗണ്ട് നട്ട്, ഹോസ് ഗ്രാം, സോയാബീൻ. ഹൗ മെനി ഓഫ് ദ എബോവ് ബിലോങ് ടു പി ഫാമിലി എന്നാണ് ചോദ്യം. ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ, അതായത് പഠിച്ചിട്ടുണ്ട് പി ഫാമിലിയിൽ വരുന്നത് ഇന്നതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഉത്തരം ഡയറക്റ്റ് നോളജ് വഴി അറ്റൻഡ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒരിക്കലും ബോട്ടണി BSc ബോട്ടണി പഠിച്ചിട്ട് UPSCക്ക് വരുന്ന ആൾക്കാരായിരിക്കില്ല. നിങ്ങൾക്കൊരു 10ാം ക്ലാസ് വരെ ഉള്ള ബേസിക് ബയോളജി നോളജിൽ പി ഫാമിലിയിൽ ഏതൊക്കെ ആണ് എന്നുള്ളത് അറിയെങ്കിൽ മാത്രമേ ഉള്ളൂ. നോർമലി ഇത് അറിയാൻ സാധ്യത കുറവാണ്. സോ ഇത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല. നമ്മൾ എൻവയോൺമെന്റ് ഇക്കോളജിയിൽ സ്പെസിഫിക്കലി ഓരോ ഫാമിലിയിലുള്ള ഇത് ഏതാണെന്ന് പഠിക്കത്തില്ല. സോ മോസ്റ്റ്ലി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ലോജിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. പക്ഷേ നോർമലി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല, നമുക്ക് നോളജ് വെച്ച് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ലോജിക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. വെറുതെ ട്രൈ ചെയ്തിട്ട് നെഗറ്റീവ് മാർക്ക് അടിക്കരുത്. കാരണം ഒരു 25-30 ചോദ്യങ്ങൾ UPSC ചോദിക്കും, നമുക്ക് അടുക്കാൻ പറ്റാത്ത ചോദ്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ളപ്പെട്ട ഒരു ചോദ്യമായിട്ട് അതിനെ കണക്കാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അങ്ങനെ വിട്ടുപോകാൻ തോന്നൂല. കിട്ടിയ 2 മാർക്ക് പോയ 0.66 അല്ലേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ 10-20 ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക 2 എണ്ണം ശരിയായിട്ടുണ്ട്, 18 എണ്ണം തെറ്റിപ്പോയതാണ്, മൊത്തത്തിൽ നെഗറ്റീവ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോളജ് ബേസിൽ അറിയാമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. നോളജ് ബേസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കിലേക്ക് പോവാം. ഇവിടെ എന്താണ് ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റുക? എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യം, നിങ്ങൾ അത്യാവശ്യം ഒന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് പോട്ടെ, അതിനുശേഷം എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു ജീനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ്. കോമൺ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. കുറെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുമ്പോഴാണ് അവരെ ഒരു കുടുംബം എന്ന രീതിയിൽ പറയാം. ഇവിടെ പി ഫാമിലിയാണ്. ഈ പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ നമുക്ക് പയറുവർഗം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഒരു ബേസിക് നോളജ് ഒക്കെ ഉണ്ടാവണം കേട്ടോ. പി ഫാമിലി എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗമാണ്. ബീൻസ്, പയർ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ബീൻസിന്റെയും പയറിന്റെയും ഒക്കെ പ്രത്യേകത എന്താ? നിങ്ങൾ ബീൻസും പയറും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിനൊരു ഔട്ടർ കോട്ടിംഗ് ഉണ്ടാവും. ഈ കോട്ടിങ്ങിന്റെ അകത്താണ് നമുക്ക് ബീൻസോ അല്ലെങ്കിൽ പയറോ ഒക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇങ്ങനെയാണ് ബീൻസ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു കോമൺ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിനൊരു കവറിംഗ് ഉണ്ട് എന്നുള്ളത് ഒരു കോമൺ ഫീച്ചർ ആണ്. സോ നമുക്ക് നോക്കാം ഇതിൽ കോമൺ ഫീച്ചർ ഉള്ളത് ഏതെങ്കിലും ഉണ്ടോന്ന്. ഗ്രൗണ്ട് നട്ട്. ഗ്രൗണ്ട് നട്ട് എന്ന് വെച്ചാൽ നില കടല. നട്ട് എന്ന് പറഞ്ഞാൽ കടല, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പൊ നിലക്കടല എന്ന് പറയുന്ന സംഭവമാണ് ഈ ഒരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പൊ നിലക്കടല എന്നാണ് പറയാ. ഗ്രൗണ്ടിന്റെ അടിയിൽ കാണുന്ന നട്ടാണ് നിലക്കടല. അപ്പൊ ഇത് നോക്കിയാൽ ഇതിന് ഈ ഫീച്ചർ ഉണ്ടോ? ഈ പയറിന്റെയും ബീനിന്റെയും ഒക്കെ ഫീച്ചർ ഉണ്ടോ? ഫീച്ചർ ഉണ്ടല്ലേ. ഒരു കവറിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ ഇത് വരാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല, സാധ്യതയുണ്ട്. രണ്ടാമത്തത് ഹോസ് ഗ്രാം എന്ന് പറയുന്നത്. ഹോസ് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമുക്ക് അറിയാൻ പറ്റും. ഹോസ് എന്ന് പറഞ്ഞാൽ കുതിര, ഗ്രാം. ഓക്കെ, അപ്പൊ ഹോസ് ഗ്രാം എന്ന് വെച്ചാൽ മുതിര എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും മുതിര തിന്നാൽ കുതിര ശക്തി എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സാധാരണ കുതിരക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നതാണ് മുതിര എന്ന് പറഞ്ഞാൽ. ഇത് ഏകദേശം നമ്മുടെ പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ഇതാണ്. അത് ചെടിയിൽ പിടിച്ചെടുക്കുക ഇതേപോലെയാണ്. അതായത് ഒരു തോടുണ്ടാവും, ഈ തോടിന്റെ അകത്താണ് ഈ മുതിര ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മുതിര എന്ന് പറയുന്നത് ഇത് മുതിരയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഹോസ് ഗ്രാം എന്ന് പറയുന്നത് മുതിരയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതറിയാം, അത് കവറിങ്ങിന്റെ അകത്താണ്. നമ്മുടെ ചെറുപയർ, വൻപയർ തുടങ്ങിയിട്ടുള്ളവയൊക്കെ വരുന്ന കവറിന്റെ അകത്തായിട്ടാണ് ഉണ്ടാവുക. സോ ഇതേ ഫീച്ചർ തന്നെ ഇവിടെയുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനും ആ ഒരു കവറിംഗ് ഫീച്ചർ ഉണ്ട്. മൂന്നാമത്തത് സോയാബീൻ. സോയാബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കടയിൽ വാങ്ങുന്ന സോയാബീൻ എന്ന് പറയുന്നത് ചിലപ്പം ഇങ്ങനെയുള്ള ഒരു സോയാബീൻ ബോൾസ് അല്ലെങ്കിൽ സോയാബീൻ ചങ്ക്സ് ആയിട്ടായിരിക്കും വാങ്ങുന്നുണ്ടാവുക. ഈ സോയാബീനിന്ന് ഓയിൽസ് ഡിറൈവ് ചെയ്തെടുക്കും. അപ്പൊ സോയാബീനിന് അതിനെ ഉണക്കി അതിൽ നിന്നും ഓയിൽ ഡിറൈവ് ചെയ്തിട്ട് ബാക്കിയുള്ള അതിന്റെ ഭാഗത്തിനെയാണ് സോയാബീൻ ബോൾസ് അല്ലെങ്കിൽ സോയാബീൻ ചങ്ക്സ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടി കിട്ടുന്നത്. അപ്പൊ ആക്ച്വലി സോയാബീൻ വരുന്നത് ഇതേപോലെയാണെന്ന് ഓർത്ത് വെക്കാം. അതായത് കവറിംഗ് ഉണ്ടാവും, അതിന്റെ അകത്ത് കുരുക്കളായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന് മൂന്നിനും നമുക്ക് കോമൺ ആയിട്ട് ആ ഒരു ഫീച്ചറിനെ കാണാൻ പറ്റും. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഗ്രൗണ്ട് നട്ട് എന്താണ്, ഹോസ് ഗ്രാം എന്താണ്, സോയാബീൻ എന്താണെന്നുള്ള ഒരു ഐഡിയ വേണം. എന്നിട്ട് നമ്മൾ അതിലൊരു കോമൺ ഫീച്ചർ എന്തെങ്കിലും ഉണ്ടോ നോക്കും. കോമൺ ഫീച്ചർ ഉണ്ടെങ്കിൽ അവർ ബന്ധപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നോക്കുക. അപ്പൊ ഇവിടെ 3 കാര്യത്തിലും നമുക്ക് ആ ഒരു കോമൺ ഫീച്ചറിനെ കാണാൻ പറ്റുന്നുണ്ട്. മൂന്നും ഈ കവറിന്റെ അകത്താണ് വരുന്നത്. സോ ദർ ഇസ് എ ഹൈ പ്രോബബിലിറ്റി ദാറ്റ്, ഓർത്ത് വെക്കുക, ഞാനിവിടെ കറക്റ്റ് ആൻസറിനെ കുറിച്ചല്ല പറയുന്നത്. ദർ ഇസ് എ ഹൈ പ്രോബബിലിറ്റി ദാറ്റ് മൂന്നും പി ഫാമിലിയിൽ വരാൻ കാരണം പയറുവർഗ്ഗങ്ങൾക്കുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ നമുക്ക് ഈ ഗ്രൗണ്ട് നട്ടിലും ഹോസ് ഗ്രാമിനും സോയാബീനും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇതിന് ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all 3 ആണ്. ശരിയായ ആൻസറും all 3 തന്നെയാണ്.
ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ലോജിക് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ ലോജിക് അപ്ലൈ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ, ഈ 3 പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ നിത്യജീവിതത്തിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. UPSC ഇവിടെ നിങ്ങൾ ആക്ച്വലി ഈ ഫാമിലിയിൽപ്പെട്ട ജീവികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ അറിവ് ഉണ്ടാവണം എന്ന് വിചാരിച്ച് ചോദിച്ച ഒരു ചോദ്യം ആയിരിക്കില്ല ഇത്. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് +2 ബയോളജി പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ബോട്ടണി പഠിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു 3-4-5 സസ്യങ്ങളുടെ പേര് തന്നിട്ട് അത് ഏത് ഫാമിലിയിലാണെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. മറിച്ച് ആ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് UPSC ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ വിചാരിച്ചു ഒരു IAS കാരന് IPS കാരന് പോരെ, ഒരു IFS കാരന് അത്രയും നോളജ് വേണം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവില്ല. സോ ഇത് നിങ്ങളുടെ ലോജിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. കാരണം തന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ നമ്മൾ കോമൺലി കാണുന്ന സംഭവങ്ങളൊക്കെയാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പേരൊന്നല്ല തന്നെ, സയന്റിഫിക് നെയിം അല്ല തന്നിരിക്കുന്നത്, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേരുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സോ നമുക്ക് ലോജിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോജിക്ക് ട്രൈ ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. ഓർത്തു വെക്കുക, ഇൻ കേസ് ലോജിക്ക് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്നില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ദ ക്വസ്റ്റ്യൻ, ഇനിയും നമുക്ക് ചോദ്യങ്ങളുടെ അതിൽ അഡ്രസ് ചെയ്യാം എന്ന രീതിയിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പോൾ ലോജിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കുറച്ച് ഐഡിയ കിട്ടണം. ഇത് എങ്ങനെ വരിക, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരിക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ലേണേഴ്സിന്റെ ക്ലാസ്സുകൾ, ലേണേഴ്സിന്റെ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി, ശങ്കർ IAS ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റുകൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. താല്പര്യമുണ്ടെങ്കിൽ ലേണേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ലേണേഴ്സിന്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ വിശദമായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്കൊരു അടുത്ത ദിവസം അടുത്തൊരു ചോദ്യമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.